കല്യാണ പല്ലക്ക്. കാലത്തെ ഗായത്രി ഉണർന്നു. മഹിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ പെണ്ണിന് രാവിലെ ഉണരുന്നത് പോലും മടിയുള്ള കാര്യമാണ്. പുറത്ത് നേരിയ മഴയും കുളിരുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ചുരുണ്ടുകൂടിയാണ് കിടപ്പ്. എണീക്ക് പെണ്ണെ, കോളേജിൽ പോവണ്ടേ നിനക്ക്? മഹി ചോദിച്ചുവെങ്കിലും ഗായത്രി കണ്ണുകൾ ഇറുക്കിയടച്ച് കിടക്കുകയാണ്. "ഡോ, സമയം വൈകിയെന്നേ, എണീറ്റിരുന്ന് പഠിക്കാൻ നോക്ക്." ഇത്തിരി ഗൗരവത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടവൻ. എവിടുന്ന്? ഗായത്രിക്ക് യാതൊരു കൂസലുമില്ല. തന്നെയുമല്ല, അവളാണെങ്കിൽ ഇത്തിരി കൂടി അവനോട് ചേർന്നുകൊണ്ട് തലം വലകാൽ കൂടി ആ ദേഹത്തേക്ക് വെച്ചു. ആ, ബെസ്റ്റ്. ഈ പെണ്ണിന്റെ കാര്യം. ഹരി അവളുടെ കാൽവെള്ളയിൽ ഇക്കിളി കൂട്ടിയതും ചാടിപ്പിടിഞ്ഞുകൊണ്ട് ഗായു എണീറ്റു. ഈ മഹിയേട്ട് ഈയിടെയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട്. കപടദേഷ്യത്തിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. അത് കണ്ട് മഹി ചിരിയോടെ നിന്നു. തലേ ദിവസം കാവിമുണ്ട് വിരിച്ചാണ് കിടന്നതെങ്കിലും കാലത്ത് ഗംഗ എണീറ്റപ്പോൾ അത് ചുരുണ്ടുകൂടി അവിടെ അരികെ കിടപ്പുണ്ട്. 2 ദിവസം അടുപ്പിച്ച് നിലത്ത് കിടന്നതുകൊണ്ട് അവൾക്ക് ദേഹത്ത് വല്ലാത്ത വേദന തോന്നി. നടു ഒടിഞ്ഞു പോകും പോലെ ഗംഗയ്ക്ക് തോന്നി. കാലുകൾ രണ്ടും അസഹ്യമായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇത്ര വേദന എന്നവൾ പെട്ടെന്ന് ഓർത്തു. നിലത്ത് കൂനിക്കൂടി ഇരിക്കുവാണ് പാവം ഗംഗ. പതിയെ അവളുടെ മിഴികൾ അരികിലുണ്ടായിരുന്ന കട്ടിലേക്ക് നീണ്ടു. രാഹുലിനെ അവിടെയെങ്ങും കാണാതായതോടെ അവൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. അഴിഞ്ഞുളിഞ്ഞു കിടന്ന മുടി മുഴുവൻ വാരിയെടുത്ത് തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ചു. വാതി തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സുശീലമ്മയും ഉഷാമ്മയും രാഹുലിനോട് എന്തൊക്കെയോ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗംഗ അവരുടെ അരികിലൂടി പതിയെ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി. "ഉഷേ, ഇതൊക്കെ ഇവിടെ നടക്കൂട്ടോ.